ഹലോ, ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം കേട്ടോ. 8:30 ഇനി വീട്ടിൽ നിന്നിട്ട് വേണം ചോറും കറിയൊക്കെ വെക്കാൻ. രാവിലെ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. റോഡ് മുഴുവൻ കണ്ടോ? എന്താണെന്നറിയോ, ശ്രീ ഗണേശനെ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെയൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ റോഡിലും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെക്കറേഷനാണ് ഈ കാണുന്നതൊക്കെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. അത് മുദ്ദ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. എനിക്ക് മാത്രം ഞാൻ ഈ സ്മൂത്തിയും കഴിച്ചിട്ട് പോയി. ഉച്ചയ്ക്ക് ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു. എനിക്കൊരു ഭയങ്കര ആഗ്രഹം, വീട്ടായിട്ടൊന്നും കാണുന്നില്ലല്ലേ, ഭയങ്കര ഇപ്പോൾ കാണാം. ഭയങ്കര ആഗ്രഹം എനിക്ക് ബിരിയാണി കഴിക്കണം. ഞാൻ അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വയറൊക്കെ നല്ലപോലെ നിറഞ്ഞു. ഇപ്പോഴൊന്ന് ഡൈജഷൻ ആയത്. ഇനിയിപ്പം വീട്ടിൽ നിന്നിട്ട് ചോറ് വെക്കണം, പിന്നെ ചോറ് എന്തെങ്കിലും കറിയൊക്കെ വെക്കണം. നമ്മളൊരു കഷ്ടപ്പാടല്ലേ, ഓടിപ്പോയിട്ട് ചോറും കറിയും. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ നമ്മൾ ചെന്ന് കയ്യും കഴുകി ഇരുന്നാൽ മതിയായിരുന്നു, എല്ലാം വെച്ച് തന്നേനെ അല്ലേ. ഞാൻ വീടെത്തി. ഇരുട്ടായതുകൊണ്ട് തന്നെ കാണുന്നില്ലല്ലേ, എൻ്റെ പല്ല് മാത്രം കാണാം അല്ലേ. അതെങ്കിലും കാണുന്നുണ്ടല്ലോ, കണ്ടോ. മഴ പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എനിക്കത് തൂളിയും തോന്നും. എനിക്ക് അകത്തിരിക്കുന്നതുകൊണ്ട് അറിയില്ല. നല്ല ഡാർക്കായിരുന്നു. 3 മന്തായിട്ട് കേട്ടോ ഇവിടെ ഭയങ്കര റഷാണേ. ഞങ്ങൾക്ക് ഒരു നേരം പോലും ഇരിക്കാൻ പോലും സമയമില്ല, ഭയങ്കര റഷായിരിക്കും. ഇതൊന്നും എന്നറിയോ, ഇപ്പം സീസണല്ലേ, എല്ലാവർക്കും ഫീവർ, കോൾഡ്, കോഫ്, പിന്നെ ചുമന്ന പിന്നെ പോകത്തില്ല കേട്ടോ. കണ്ടിന്യൂ കഷ്ടം വരും കാണുമ്പം. എൻ്റെ കുക്കുവിൻ്റെ സൗണ്ട് കേട്ടാ വരുന്നതാ. നോക്കട്ടെ, കുക്കുമോ, കുക്കാച്ചി. ഇല്ല, ഇത് ചെണ്ട കൊട്ടുന്ന സൗണ്ടില്ലേ ഗണേശ ഫെസ്റ്റിവലിൻ്റെ. അതുകൊണ്ട് അവൾ താഴെ ഇറങ്ങാൻ പേടിയാണ്. അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. ഞാനേ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് ഇരുന്നിട്ട് സംസാരിക്കാം. ഈയപ്പാ ഇരുട്ടത്തെ ഞാനിങ്ങനെ ആലോചിക്കുവാണേ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരാണുങ്ങളായിട്ട് ജനിച്ചാൽ മതി. എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമല്ലേ. ജോലിക്ക് വരിക, ചോറും കറി വെക്കുക, രാവിലെ എണീക്കുക, വീടടിക്കുക, തുടയ്ക്കുക, പാത്രം കഴുകുക, പിന്നെ എന്തുവാ വാഷിങ്. അയ്യോ, എന്തെല്ലാം പണിയാണ് നമുക്കല്ലേ. ഇവർക്ക് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ചോറും കറി ഇവരെ മുന്നിൽ കൊണ്ട കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇവർ ആരാമായിട്ട് ഡ്യൂട്ടിക്ക് പോവുക. എന്നാലും പാവം അവൻ കഷ്ടം കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, അത് സീരിയസ് ആക്കല്ലേ. പാവം അവരല്ലേ പുറത്ത് പോയി കഷ്ടപ്പെടുന്നേ. നമ്മൾ ബൈബിളിൽ പറഞ്ഞ പോലെ അവർ വേർപ്പ് തുള്ളി കൊണ്ട് അവർ കഷ്ടം അനുഭവിക്കും. നമ്മളോ ഡെലിവറി പെയിൻ കൊണ്ടാന്ന് പറയും. നമുക്ക് പണിഷ്മെൻ്റ് ഒന്നല്ലേ ഗോഡ്. എന്നാലും നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു ജന്മം നല്ലതല്ലേ. നമ്മൾ ലേഡീസായി ജനിക്കുന്ന നമുക്ക് കുറേ നല്ല ഡ്രസ്സാക്കാം, നല്ല ഡ്രസ്സ് ഇടാം, നല്ല കമ്മലിടാം, നല്ലപോലെ പിന്നെ നല്ലപോലെ നമുക്ക് മേക്കപ്പ് ചെയ്ത് നടക്കാം അല്ലേ. ആണൊക്കെ അതൊന്നും പറ്റില്ല. ആണൊക്കെ എന്ത് വേണം, അവർക്കൊരു പാൻറ് ഷർട്ട് ഉണ്ടെങ്കിൽ എല്ലാം കഴിയും. പാൻറ് ഷർട്ടേ ഉള്ളൂ, വെറൈറ്റി ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. നമുക്കങ്ങനെ എന്തെല്ലാം ഡ്രസ്സുകളൊക്കെ ഇടാം അല്ലേ. പക്ഷേ ഇല്ലല്ല, നമ്മൾ പെണ്ണുങ്ങളായിട്ട് മീൻസ് ജനിക്കുന്നത് നല്ല കുഴപ്പമില്ല, നല്ലതാണ്. എന്നാലും ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും അല്ലേ, പക്ഷേ ഈ പഴയടൊക്കെ കാര്യം ഓർക്കുമ്പോൾ വേണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോഴേ ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിരിക്കുന്നേ, വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. ബായൊക്കെ വീട്ടിൽ വെച്ചിട്ട് നേരെ കടയിൽ വന്നിരുന്നറിയൊരു കാര്യമുണ്ട്. ഗോബി മഞ്ചൂരി, മഷ്റൂം ഗോബി മഞ്ചൂരി, കൂണില്ലേ, കൂണിൻ്റെ ഗോബി മഞ്ചൂരിയും പിന്നെ ചിപ്സും വാങ്ങാൻ വേണ്ടി വന്നാ. എന്നാന്നറിയോ, അതൊരു സീക്രട്ട് ഉണ്ട്, പറയാം കേട്ടോ. അത് ഭയങ്കര സ്റ്റോറിയാണേ. എന്നെ വീട്ടിൽ പുറത്താക്കി കേട്ടോ, പുറത്താക്കി. അതുകൊണ്ട് ഞാൻ ബായൊക്കെ വെച്ചിട്ട് നേരെ കടലേക്ക് വന്നു. എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ മഷ്റൂം ബഞ്ചിന് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്.
എന്നെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്താക്കി കേട്ടോ. എന്തെന്നോ ഞാൻ ഓടി പിടിച്ച് വന്നിട്ടേ ചോറും കറിയൊക്കെ വെക്കണം എന്ന് പറഞ്ഞ് ഓടി വന്നാണേ. ഇരിക്കട്ടെ വീട്ടിൽ ചെന്നപ്പോഴാണ് കീ എടുത്തില്ല ഞാൻ. എന്തെന്നറിയോ, രാവിലെ ഞാൻ കടയിൽ പോയിട്ട് വരുമ്പം ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പം ഞാൻ വീട്ടിൽ വന്ന് ബാഗ് നോക്കുമ്പോൾ ബാഗ് കീ ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കീ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് കീ ഞാൻ അറിയാതെ വെച്ചിട്ട് അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഡോർ ലോക്ക്. ഇനി എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു 10 മണിയായി, ഇപ്പോൾ സമയം 8:30 ആയതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് മഷ്റൂം മഞ്ചൂരിയൊക്കെ വാങ്ങിയിട്ട് വന്നു. അതിരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഉച്ചയ്ക്ക് ഇച്ചിരി തിരക്കായതുകൊണ്ട് അതിൽ കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഉണ്ടല്ലോ ഇപ്പുറത്തെ ഗണേശ ഫെസ്റ്റിവലിൻ്റെ ഭയങ്കര സൗണ്ടാണേ, ബാൻസിൻ്റെ ഒക്കെ സൗണ്ട് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അവിടെ സൗണ്ട് വരുമ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്യും. പക്ഷേ എൻ്റെ കുക്കു, എനിക്ക് കൂട്ടിന് ആരുമില്ല, എൻ്റെ കുക്കുവിനെ കാണുന്നില്ല. അവൾ പേടിച്ചിട്ട് എവിടെ പോയി ഇരിക്കുമോ, അല്ലെങ്കിൽ അവളുടെ വർത്തനം മതി ഇരിക്കുമായിരുന്നു. കണ്ടോ, ടൊമാറ്റോ കുറുകുര വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മഷ്റൂം മഞ്ചൂരിയും വാങ്ങിച്ചു, അത് കഴിക്കണം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ? മഷ്റൂം മഞ്ചൂരി കഴിക്കുവാണേ. ഭയങ്കര എരിവാ കേട്ടോ, പക്ഷെ നല്ല രുചിയാണ്. എൻ്റെ ഹസ്ബൻഡ് വരുന്നോണ്ട് പിന്നെ എന്തെങ്കിലും ടൈം പാസ് ചെയ്യണ്ടേ. അപ്പം എന്താ പറയണ്ടേ, വെള്ളം കുടിക്കണം. അകത്ത് പോകണം. പുറത്ത് ടാപ്പുണ്ട്, നല്ല ബോർവെല്ലാണ് കേട്ടോ, നല്ല വെള്ളം തന്നെയാണ്. പക്ഷെ എന്നാലും ബോർവെല്ലിന് വേറൊരു ടേസ്റ്റ് അല്ലേ. ഭയങ്കര ചെണ്ട കൊട്ടുന്ന സൗണ്ട് ഉണ്ടേ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ നിങ്ങൾക്ക്. ഇപ്പം ഗണേശനെ കൊണ്ടുവന്നുകൊണ്ട് ഭയങ്കര ബഹളം, അവിടെ ഡാൻസും പാട്ടും ഒക്കെയാണ്, അതുകൊണ്ടാണ്. കണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ട് കുറച്ച്. ഞാൻ എപ്പോൾ സൗണ്ട് നിർത്തുന്നോ അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇടവിട്ട്. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? 10 മണി 9 ആകാറായിട്ടുണ്ടല്ലേ. ഇപ്പോൾ 10 മണിയായി. ഞാൻ ഇതിലിരുന്ന് മടുത്ത് കേട്ടോ. ഇപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കഷ്ടകാലം നോക്കി. ഒരു ദിവസം പോലും ഞാൻ കീ മറക്കുന്നില്ല കേട്ടോ. എപ്പോഴും എൻ്റെ കീ എൻ്റെ ബാഗിലുണ്ടാവും. ഇന്ന് എന്താണെന്നറിയില്ല, അർജൻറ്റായിട്ട് ഓടി അങ്ങ് പോകും. ഇപ്പോൾ ഫോൺ വിളിച്ചേട്ടോ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.